എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് സന്തോഷകരമായ ഒരു ലൈഫ് നയിക്കണം എന്ന്. എന്നാൽ സന്തോഷകരമായ ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരാത്ത ദുഃഖം ജീവിതത്തിലേക്ക് കടത്തിവിടുവാൻ ശ്രമിക്കുന്ന ചില പൈശാചിക ആസക്തികളെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ പ്രതിബന്ധം നിനക്ക് വന്നാലും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നിനക്ക് അനുഭവമാകാൻ പോവുക. 118 സങ്കീർത്തനം 13 വാക്യം, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇപ്പോൾ നിന്നെ തള്ളി മറിക്കുന്ന ഒരു ശക്തിയാണ് നിന്റെ ജീവിതത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര നിന്നെ തള്ളിമറിച്ചാലും നീ ഭയപ്പെടണ്ട, നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്. എന്താണ് ഈ വചനത്തിലെ സന്ദേശം? നിന്റെ ഉയർച്ചയ്ക്കും സമൃദ്ധിക്കും സന്തോഷത്തിനും അനുഗ്രഹത്തിനും പ്രാർത്ഥനാ ജീവിതത്തിനും എതിരെ നിന്നെ തള്ളിമറിക്കുവാൻ ശ്രമിക്കുന്ന സംഘടിത ശക്തികളെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് കാണുന്നത്. എന്നാൽ നിന്നെ ഒരു ശക്തിയോ ഒരു മനുഷ്യനോ ഒരു പൈശാചിക ശക്തിയോ തള്ളുന്നു എന്ന് കരുതി നീ വിഷമിക്കരുത്. പല വൃക്ഷങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിനകത്ത് അരണവൃക്ഷം എന്നൊരു വൃക്ഷമുണ്ട്. അത് വളരെ ഉയരത്തിൽ പോകുന്ന വൃക്ഷമാണ്. വലിയ കാറ്റടിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വൃക്ഷം ഷേപ്പിൽ വന്ന് അതിൻ്റെ ഉയരത്തിലെ കൊമ്പുകൾ നിലത്ത് വന്ന് കുത്തും. കുറേ സമയം ഇങ്ങനെ വളഞ്ഞിരിക്കും. പക്ഷെ പിറ്റേന്ന് പ്രഭാതം നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇന്നലെ കാറ്റടിക്കുന്നതിന് മുമ്പേ അത് എങ്ങനെ തലപൊക്കി നിന്നോ അതുപോലെ ആ വൃക്ഷം തലപൊക്കി നിൽക്കുക. ഇവിടെ എന്താണ് ഇവിടുത്തെ സന്ദേശം? എത്ര ശക്തിയോടെ നിന്നെ മറിക്കാൻ തള്ളിയാൽ നിന്നെ സഹായിക്കുന്ന കരം, നീ എങ്ങനെ നിന്നോ ആ ലെവലിലേക്ക് വീണ്ടും നിന്നെ കൊണ്ടുനിർത്തും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നീ വീഴാനാ തള്ളിയെ, പക്ഷെ നീ വീണ നിലംപരിയാകും മുമ്പ് ഒരു കൈ നിന്നെ പൊക്കിയെടുത്തുകൊണ്ട് വരിക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ താങ്ങുന്ന കരം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താങ്ങിപ്പിടിക്കുന്ന അങ്ങയുടെ കരം ഒന്ന് ഇറങ്ങി വരണമേ കർത്താവേ. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ങുന്ന കരം കൂടെയുണ്ട്. ഗോഡ് ബ്ലസ് യു.